നമുക്ക് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉള്ളൊരു ഫാക്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതാണ് ലോക ഭക്ഷ്യദിനം എന്നാണ് എന്നുള്ളത്. ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16 എല്ലാ കൊല്ലവും ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 16 കാര്യം ഓർക്കുക. ഇത് നിർണായകമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പലവട്ടം പരീക്ഷയ്ക്ക് PSC എക്സാംസിന് ഈ ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സമാന തലത്തിൽ നമ്മുടെ ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്നാണ്, ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്നാണ്, അല്ലെങ്കിൽ ഈ ദിനം എന്നാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കറന്റ് അഫയേഴ്സ് സെഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ ഓർത്തു വെക്കുക, ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ. ആൻഡ് ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആണെന്ന് നമുക്ക് SCERT പുസ്തകം നോക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എല്ലാ കൊല്ലവും നമ്മുടെ പഠിക്കുന്ന പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ കൊല്ലത്തെ വേൾഡ് ഫുഡ് ഡേയുടെ പ്രമേയം എന്താണെന്നുള്ളത് അത് നമുക്കൊന്ന് നോക്കിയാലോ. 2025 വേൾഡ് ഫുഡ് ഡേ അല്ലെങ്കിൽ ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. കാരണം ഇനി ഒരു എക്സാമിന് അടുത്ത ഒക്ടോബർ 16 വരെയുള്ള ഏത് എക്സാമിന് വേണമെങ്കിലും ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ ചോദ്യമാണിത്. 2025 പ്രമേയമാണിത്. ഈ വീഡിയോ പിന്നീടുള്ള വർഷങ്ങളിൽ കാണുന്നുള്ള സുഹൃത്തുക്കൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. 2025 2026 മാറും. പ്രമേയങ്ങൾ ഓരോ കൊല്ലവും മാറുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് കാണുന്ന പക്ഷം നിങ്ങളിതിൻ്റെ അപ്ഡേഷൻസ് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചേരെ.